ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓമപ്പൊടിയാണ്. ഓമപ്പൊടി എന്ന് പറയുന്നത് നമ്മൾ മിക്സ്ചറിൻ്റെയൊക്കെ ആ ഒരു സേവ പോലെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുക. പക്ഷേ അതിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഓമം എടുത്തിട്ടുണ്ട്. ഓമം എന്ന് പറയുന്നത് അജുവിനും അതുപോലെ അയമോദകമെന്നും പറയുന്ന സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് മിക്സിയുടെ ഗ്രൈൻഡറിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം. വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഓമമാണ് അത്. അതിലേക്ക് ഇനി അത് പൊടിച്ചെടുത്തതിന് ശേഷം 2.5 ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് വീണ്ടും ഒന്ന് അടിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ ഇവിടെ അടിച്ചെടുത്തിട്ടുള്ള ആ മിക്സിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കൂടി വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇനി ഒരു അരിപ്പയിലേക്ക് അതൊഴിച്ച് നല്ലതുപോലെ ഒന്ന് തിരുമ്മി പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ വെള്ളത്തിൽ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു നമ്മുടെ അയമോദകത്തിൻ്റെ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഓമപ്പൊടി തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് 1/2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ക്രിസ്പിനെസ്സിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഓയിലിന് പകരമായിട്ട് നമുക്ക് നെയ്യോ അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കൈവച്ച് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള ഓമത്തിൻ്റെ വെള്ളം, അതായത് നമ്മുടെ അയമോദകത്തിൻ്റെ വെള്ളം കുറേശ്ശെ ഒഴിച്ച് നമുക്ക് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനൊരു 5 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് നമുക്ക് ഒത്തിരി കട്ടിയായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് റെഡിയായി. ഇനി ഏറ്റവും ചെറിയ ഹോളിൽ അച്ച് ഇട്ടിട്ട് സേവനാഴിയിലേക്ക് മാവ് ഇറക്കി വെക്കുക. പിന്നെ ഒരു പാനിൽ എണ്ണ ചൂടാക്കി കുറച്ച് കറിവേപ്പില ആദ്യം തന്നെ ഒന്ന് വറുത്തെടുക്കണം. അങ്ങനെ വറുത്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ സേവനാഴിയിൽ ഇട്ടിട്ടുള്ള മാവ് ചൂടായ എണ്ണയിലോട്ട് പിഴിഞ്ഞിട്ട് കൊടുത്ത് നമുക്ക് സേവ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒത്തിരി നേരം നമ്മൾ ഫ്രൈ ചെയ്യാൻ പാടില്ല, വറുത്തെടുക്കരുത്. കാരണം ഇത് പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് വരുന്നൊരു സംഭവമാണ്. നമ്മൾ മിക്സ്ചറിനൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അതേപോലെ തന്നെയാണ്, പെട്ടെന്ന് ക്രിസ്പിയായി വരും. അങ്ങനെ നമ്മുടെ മാവെല്ലാം നമ്മൾ സേവയാക്കി എടുത്തു. ഇനി കൈവച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓമപ്പൊടി റെഡിയായി. അതിൽ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്പ്രെഡ് ചെയ്തിട്ടില്ല. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും ഈ ഒരു സ്നാക്ക്. കാരണം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അതുപോലെ അയമോദകത്തിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.